പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ഡിസംബർ 31 തീയതിയിലാണ്. 2025 ഡിസംബർ 31 തീയതിയിലാണ്. 2025 ഏറ്റവും അവസാനത്തെ ദിനത്തിലാണ്. ഇന്ന് ഈശോയെ നോക്കിയിട്ട് ഈ വർഷം മുഴുവനും നമുക്ക് നൽകിയ നന്മകൾക്കും വന്നു ചേർന്ന സഹനങ്ങൾക്കും ദുഃഖങ്ങൾക്കും സങ്കടങ്ങൾക്കും എല്ലാറ്റിനും കർത്താവിന് നന്ദി പറയണം. കാരണം അനുഗ്രഹങ്ങൾ നൽകിയ കർത്താവ് നമുക്ക് സങ്കടങ്ങളും തന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഒരു പാഠം പഠിക്കാൻ, നമ്മെ ഒന്ന് വിശദീകരിക്കാനൊക്കെ കർത്താവ് ആഗ്രഹിച്ചിട്ടുണ്ടാവും. വചനം പറയുന്ന മത്തായി ശ്ലീഹ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ തലയിൽ ഓരോ മുടിയുടെയും എണ്ണപ്പെട്ടിരിക്കുന്നു. അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നൊരു ദൈവമാണ്. അപ്പം ഇന്ന് നമുക്ക് നന്ദി പറയാം. ഡിസംബർ മാസത്തിൽ അവസാനത്തെ ദിവസത്തിലാണ്, വർഷത്തിൽ അവസാന ദിവസത്തിലാണ്. നന്ദി പറയണം, എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയണം. 1 ദിനവൃത്താന്തം 16:34 കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. വീണ്ടും സങ്കീർത്തനം 116:12-13 കർത്താവ് എനിക്ക് നൽകിയ നന്മകൾക്ക് നന്ദിയായി ഞാൻ എന്തു പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കും എന്നാണ് സങ്കീർത്തനം പറയുക. കർത്താവ് നമുക്ക് നൽകിയ നന്മകൾക്ക് എന്ത് പകരം കൊടുക്കാൻ പറ്റും? നമുക്ക് നല്ലൊരു കുടുംബം തന്നില്ലേ, മക്കളെ തന്നില്ലേ, മാതാപിതാക്കളെ തന്നില്ലേ, സഹോദരങ്ങളെ തന്നില്ലേ, ആരോഗ്യം തന്നില്ലേ, സമ്പത്ത് തന്നില്ലേ, ബാങ്ക് ബാലൻസ് തന്നില്ലേ, വാഹനം തന്നില്ലേ, വിദ്യാഭ്യാസം തന്നില്ലേ, ജോലി തന്നില്ലേ. അങ്ങനെ എണ്ണി തുടങ്ങിയാൽ അനവധിയായ നന്മകൾ തന്നു. സങ്കടങ്ങളില്ലെന്നല്ല അതിനർത്ഥം, രോഗങ്ങളില്ലെന്നല്ല അതിനർത്ഥം, കടബാധ്യതകളില്ലെന്നല്ല അതിനർത്ഥം, മുറിവുകൾ ഉണ്ടായിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം, വ്യക്തിബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടായിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ആ സഹനങ്ങൾക്കിടയിലും കർത്താവ് എന്നെ നയിച്ചു എന്നുള്ളതാണ് സത്യം. അതിനിടയിൽ എനിക്ക് നന്ദി പറയാനുണ്ടെന്നേ ഉണ്ട്. എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചത് ആ സഹനങ്ങൾക്ക് നന്ദി. നിങ്ങളും പറയണം, ഈശോയെ സഹനങ്ങൾക്ക് നന്ദി, ഒറ്റപ്പെടലുകൾക്ക് നന്ദി, പരിത്യജിക്കപ്പെട്ടതിന് നന്ദി, കർത്താവെ അവഗണിക്കപ്പെട്ടതിന് നന്ദി, ഞെരുക്കങ്ങളിലൂടെ കടന്നുപോയതിന് നന്ദി. എല്ലാറ്റിനും നന്ദി പറയും. നന്ദി പറഞ്ഞുകൊണ്ട് ഈ വർഷം അവസാനിക്കട്ടെ. പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ, നിങ്ങളെ വിശദീകരിക്കുന്ന പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഈശോയോടൊപ്പം നേരുകയാണ്. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, താങ്ക് യു ജീസസ്. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.